അഭിമാനകരമായ നേട്ടം. നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞതുപോലെ, എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെട്ടതുപോലെ, നമ്മുടെ കാരാളികോണം മഹലിലെ അംഗമായ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലെ അബൂബക്കർ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അക്കാഡമിക് യൂണിവേഴ്സിറ്റിയിലെ ബഹുമാനനായ പുളിമൂട്ടിൽ നൂജുമുദ്ദീൻ മൗലവിയുടെ മകളാണ്. മക്ക ഹറമിൽ നടന്ന ആഗോളമായി ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന നൂറുകണക്കിന് വിദ്യാർത്ഥിനികൾ മാറ്റുരച്ച ഹറമിൽ നടക്കുന്ന മക്കയിൽ നടന്ന ഏറ്റവും വലിയ ഖുർആൻ മത്സരത്തിൽ പങ്കെടുക്ക 2 ഇന്ത്യക്കാരിൽ ഒരാൾ നമ്മുടെ ഈ നാട്ടുകാരിയായ ഒരു കൊച്ചുകുട്ടിയാണ്, ബഹുമാനനായ നൂജുമുദ്ദീൻ മൗലവിയുടെ മകൾ. അള്ളാഹുദിന് ഇതിനും ഉയരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എവിടെ നിന്ന്? നമ്മുടെ കാരാളികോണത്ത് നിന്ന്. അതുകൊണ്ട് ഇത് പടച്ചവൻ അനുഗ്രഹിച്ച ഒരു നാടാണ്. അള്ളാഹു ഇൽമിന്റെ വഴികളിലൂടെ നൽകിയ ഒരു നാടാണ്. എല്ലാത്തിനും അപ്പുറം നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലം, എല്ലാത്തിനും അപ്പുറം നമുക്ക് അഭിമാനമായി നമുക്ക് പറയാൻ കഴിയുന്ന ആലിമീങ്ങൾ, ഹാഫിളീങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എല്ലാത്തിനും അപ്പുറം ഇതിനൊക്കെ പടച്ചവനോട് ശുക്ർ നൽകാൻ, ഇതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം എവിടെയാണ്? ആ പ്രതിഫലം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇവിടെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് പരിഹാസമാവാം, മുൾക്കിരീടങ്ങളാവാം. പക്ഷേ ജീവിതത്തിൽ 3 മാസക്കാലം പട്ടിണി കിടന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അടുക്കൽ വന്ന് യാ റസൂലല്ലാഹ്, നമ്മുടെ ഈ വീട്ടിൽ 3 മാസമായി പട്ടിണിയാണല്ലോ നബിയെ എന്ന് ആ ഭർത്താവിനോട് പരാതി പറയുന്നത് പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല പരാതി പറയുമ്പോ, ലോക ചരിത്രത്തിൽ ഇതുപോലൊരു ഭാര്യ ഭർത്താവിന് പറയാൻ കഴിയുമോ? ജീവിതത്തിന്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളിലൂടെ കടന്നുപോയി പട്ടിണി കിടന്ന് പ്രിയപ്പെട്ട ഭാര്യ വന്ന് പരാതി പറയുമ്പോ, ആയിഷ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, ആയിഷ, എല്ലാ പട്ടിണികളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ദുഃഖങ്ങളില്ലാതെ, എല്ലാ ദിവസവും സമാധാനത്തോടെ സന്തോഷത്തോടെ, ഒരു ദുഃഖങ്ങളില്ലാതെ ഞാനും നീയും സുഖിക്കുന്ന ഒരു ലോകമുണ്ട്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. ഏകനായ അല്ലാഹുവിന്റെ സമാധാനത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സ്വർഗമുണ്ട് ആയിഷ, അവിടേക്കല്ലേ നമുക്ക് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോ, എത്ര മാത്രം വേണമെങ്കിലും പട്ടിണി കിടക്കാം, ഏത് പ്രയാസങ്ങൾ ഞാൻ സഹിച്ചുകൊള്ളാം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷം വേണ്ട, അങ്ങയുടെ മണവാട്ടിയായി സ്വർഗത്തിൽ എനിക്ക് വന്നാൽ മതിയെന്ന്. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ, എല്ലാത്തിനും അപ്പുറം സ്വർഗത്തിലേക്കാണ് നിങ്ങളുടെ പ്രതീക്ഷകളെ മാറ്റുവെക്കേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുത്ത ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ, ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ.